ഹേ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്ന മൂവി 2024 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കൊറിയൻ ലാംഗ്വേജിൽ റിലീസായ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. മൂവിയുടെ പേര് എക്സ്ഹ്യൂമൻ ട്രസ്റ്റ് മീ. ഇത് നിങ്ങളുടെ ടൈമിന് വർത്തായ ഒരു മൂവി ആയിരിക്കും. യൂഷ്വലി ഹൊറർ മൂവീസ് എല്ലാം ജംപ് സ്കെയർ അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റ് വെച്ചായിരിക്കും പേടിപ്പിക്കുക. പക്ഷേ ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ തന്നെ നമുക്കൊരു ഹൊറർ ഫീലിംഗ് തരും. സോ അങ്ങനെയുള്ള ഈ മൂവിയുടെ വൺ ലൈനർ ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. സൗത്ത് കൊറിയയിലുള്ള ഒരു ഫാമിലി, ആ ഫാമിലിയിൽ നമുക്ക് പാർക്ക് ഫാമിലി എന്ന് വിളിക്കുക. അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുകയാണ്. കുറെ പേർക്ക് വയ്യാതാവുകയാണ്. സോ ഇതിനെല്ലാം രക്ഷപ്പെടാൻ ഈ കുടുംബവും ഷാമൻസിന്റെ അടുത്തേക്ക് പോകും. ഷാമൻസും ഇവരുടെ ഈ കുടുംബത്തിലുള്ള പ്രോബ്ലത്തിനൊക്കെ കാരണം എന്തെന്ന് അന്വേഷിച്ചു പോകുമ്പോഴായിരിക്കും അത് ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പന്റെ പ്രേതമാണെന്ന് മനസ്സിലാക്കുക. ആ പ്രേതത്തിന്റെ ഈ കുടുംബത്തെ രക്ഷിച്ചോ ഇല്ലയോ എന്നതാണ് ഈ മൂവിയുടെ പകുതി സ്റ്റോറി. അപ്പൊ ബാലൻസ് സ്റ്റോറി അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അത് ഇവര് പോലും അറിയാതെ ചെന്ന് ചാടിയ ഒരു ആപത്തായിരിക്കും. സെക്കൻഡ് ഹാഫ് മുഴുവനും കുറച്ച് ഹിസ്റ്റോറിക്കലായ എലമെന്റ്സ് എല്ലാം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ആപത്ത് എന്താണ്, ഇവർ അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലെന്നില്ല മൂവി കണ്ട് മനസ്സിലാക്കുക. ആൻഡ് വൺസ് അഗൈൻ ദിസ് ഈസ് ഓർ വോയിസ് ഓർ മലയാളം ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് തന്നെ ലൈക്കും ചെയ്യുക. സോ അധികം വൈകാതെ ഡയറക്റ്റായിട്ട് സ്റ്റോറിയിലേക്ക് പോകുക. Let's get started. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നൊരു പ്ലെയിനിന്റെ ഉള്ളിലാണ്. അതിലാണെങ്കിൽ നമ്മളുടെ ഹീറോയിനും അവളുടെ അസിസ്റ്റന്റ് ആയ ഗില്ലും ഉണ്ടാവും. സത്യത്തിൽ ഇവർ ആരാണ് നോക്കിയാലും ഇപ്പൊ ഒരാൾ മരിക്കാണ് വെച്ചാൽ അവന്റെ ആത്മാവ് ആ കുടുംബത്തിന് തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആത്മാക്കളെ കുറച്ച് മന്ത്രമെല്ലാം ഉപയോഗിച്ച് അവന് പറഞ്ഞുവിടുന്നതായിരിക്കും ഇവരുടെ ജോലി. ബേസിക്കലി ഇവരിപ്പോ ഒരു മന്ത്രവാദികളാണെന്ന് പറയാ. അങ്ങനെയുള്ള ഒരു ആത്മാവിനെ ഒഴിപ്പിക്കാനായിരിക്കും ഇവരിപ്പോ US വന്നിട്ടുണ്ടാവുക. പക്ഷെ ഡയറക്റ്റായിട്ട് ആ വീട്ടിലേക്ക് പോകാതെ ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ ഹോസ്പിറ്റലിലായിരിക്കും ഇവർ കാണാമെന്ന കസ്റ്റമറിന്റെ വൈഫും അവന്റെ കുട്ടിയും ഉണ്ടാവുക. ആക്ച്വലി കുടുംബത്തിലുള്ള പ്രശ്നം തുടങ്ങി തന്നെ ഈ കുട്ടി ജനിക്കും മുതലായിരിക്കും. ജനിച്ചപ്പോൾ മുതൽ ഈ കുട്ടി കരച്ചിൽ നിർത്തിയിട്ടേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉറങ്ങാനേ ശ്രമിച്ചാൽ അവന്റെ പേര് പറഞ്ഞ ആരോ വിളിക്കുന്നതായിട്ട് പറയാണ്. ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ പേരായിരിക്കും പാർക്ക്. ഇവനെ കാണാനായിരിക്കും ഇവർ US വന്നിട്ടുണ്ടാവുക. അതിനുശേഷം ഇവൾ ആ ലേഡിനെ പുറത്തേക്ക് അയച്ചാൽ കുട്ടിനെ മാത്രം വെച്ച് കുറച്ച് മന്ത്രമെല്ലാം പറഞ്ഞൊരു പൂജ ചെയ്യാണ്. ആ ടൈം ഇവർ കേൾക്കുന്നതായി പറഞ്ഞ അമാനുഷികമായ ശബ്ദം നമ്മളുടെ ഹീറോന്റെ കാതിലേക്കും കേൾക്കും. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് പാർക്കിനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് വരും. ഇവനും ഇവന്റെ കുടുംബത്തിനെ കുറിച്ചെല്ലാം പറയും. എന്നിട്ട് ഈ പ്രോബ്ലത്തിനുള്ള കാരണം കണ്ടുപിടിച്ചോ ചോദിക്കുകയാണ്. അതിന് ഹീറോയിനും ഇപ്പൊ നിന്റെ കുഞ്ഞിനെ ഹോണ്ട് ചെയ്യുന്ന പ്രേതം നിന്റെ അപ്പൂപ്പന്റെയാണെന്ന് പറയാണ്. പക്ഷെ പാർക്കിനൊന്നും ക്ലിയർ ആവില്ല. കാരണം ഇവര് പറയുന്ന അപ്പൂപ്പൻ മരിച്ചിട്ട് ഇപ്പൊ 100 വർഷമായിട്ടുണ്ടാവും. ആ അപ്പൂപ്പന്റെ ആത്മാവ് എങ്ങനെ കാരണമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഹീറോയിനും പറയാ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ റീജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫാമിലിയുള്ള ഓരോരുത്തർക്കും നിങ്ങളുടെ കുട്ടിക്കെല്ലാം ഇങ്ങനത്തെ ഡിസ്റ്റർബൻസ് എല്ലാം അനുഭവപ്പെടുന്നത്. ഇത് കേട്ടുടനെ പാർക്കും ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറയാണ്. ഇവന്റെ അപ്പൂപ്പന്റെ കല്ലറ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും അത് കൊറിയയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവരുള്ളതാണ് US. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൊറിയയിലുള്ള ഇവന്റെ അപ്പൂപ്പന്റെ കല്ലറയിലേക്ക് പോവുകയാണ്. ഈ സൈഡ് ഹീറോയിന്റെ അങ്കിളിനെ കാണിക്കുകയാണ്. ആക്ച്വലി ഇവനായിരിക്കും ഈ മൂവിയുടെ മെയിൻ ഹീറോ തന്നെ. ഇപ്പൊ ഹീറോയിന്റെ അങ്കിളും അവന്റെ ഫ്രണ്ടും ചേർന്ന് ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു വീട്ടിലുള്ള ചെറിയ കുട്ടി അവന്റെ മരിച്ചുപോയ അമ്മൂമ്മനെ വെറുതെ കാണുന്നതായിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും. ഇവര് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ആ ബോഡി പാർട്ടിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു പല്ല് മാത്രം മിസ്സായിട്ടുണ്ടാവും. സോ മിസ്സായ ആ ബോഡി പാർട്ട്, അതായത് ഈ പല്ലിന് വേണ്ടിയിട്ടാണ് ഇവര് ഹോണ്ട് ചെയ്യണമെന്ന കാര്യം ഇവൻ മനസ്സിലാക്കും. ആ പല്ലാണെങ്കിൽ ഒരു ചെറിയ സെക്കൻഡിലേക്കും ഉണ്ടാവുക. അതും കൂടെ കളക്ട് ചെയ്ത് ബാലൻസ് ഉണ്ടായിരുന്ന ബോഡി റീമെയിനിങ് മുഴുവനായിട്ട് കത്തിച്ചു വിടുകയാണ്. അങ്ങനെ ആത്മാവും ശാന്തിയാവും. ഇവനും ഈ കേസ് ക്ലോസ് ചെയ്യും. ആക്ച്വലി ഹീറോയിന്റെ ഫാമിലിയും ഇവന്റെ ഫാമിലിയൊക്കെ തലമുറകളായിട്ട് ഷാമൻസ് ആയിരിക്കും. അങ്ങനെ നൈറ്റ് ടൈം ആകുമ്പോൾ ഹീറോയിനും ഹീറോയിന്റെ അസിസ്റ്റന്റും ഇവന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. പാർക്കിന്റെ അപ്പൂപ്പന്റെ ബോഡി കൊറിയനിലാണ് ഉള്ളത്, പക്ഷെ എനിക്ക് എന്തോ നല്ല ആത്മാവായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം വേണ്ടി ഹെൽപ്പ് ചോദിക്കുകയാണ്. അടുത്ത ദിവസം പാർക്കും ഇവന്റെ ഒപ്പം ജോയിൻ ചെയ്യും. ഇവരും ഡയറക്റ്റായിട്ട് കല്ലറയിലേക്ക് പോകും. പക്ഷെ പോണ വഴി തന്നെ കുറേയധികം നരികളുള്ളതായിട്ട് ഹീറോ ശ്രദ്ധിക്കുകയാണ്. ഇനി കല്ലറയിൽ പോയി നോക്കിയാൽ അവിടെ വെറും കല്ല് മാത്രം ഉണ്ടാവും. ഇവന്റെ അപ്പൂപ്പന്റെ പേരും ഉണ്ടാവില്ല, ഒരു ഡീറ്റെയിൽസും ഉണ്ടാവില്ല. ഹീറോവും അവിടുത്തെ മണ്ണെടുത്ത് വാരി വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തോ ദുഷ്ടശക്തി ഉള്ളതായിട്ട് അറിയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അപ്പൂപ്പനെ ആരിവിടെ കുഴിച്ചിടാൻ പറഞ്ഞ് ചോദിക്കുമ്പോൾ പാർക്കിന് ഡയറക്റ്റായിട്ട് ഒന്നും നേരെ പറയില്ല. അതുകൊണ്ട് തന്നെ ടെൻഷനായിട്ട് ഇവനും തിരിച്ച് കാറിലേക്ക് കയറുകയാണ്. ഞങ്ങൾക്ക് ഈ വർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, നീ വേറെ ആരെങ്കിലും നോക്കിയോന്ന് പറയാണ്. ഹീറോയിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഹീറോയിന്റെ അടുത്ത് അങ്കിളും ഇവിടെയുള്ള ഒരു നോർമലായ ആത്മാവാണെന്ന് തോന്നുന്നില്ല, അത് നമ്മൾ എന്താണെന്ന് അറിയാതെ പോയി തുറന്നു നോക്കിയാൽ അവസാനം നീയും മരിച്ചു ഞാനും ചാവും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ പാർക്കാണെങ്കിൽ കാറിന്റെ ഫ്രണ്ടിൽ ഒരു പാവത്തെ പോലെ നിൽക്കുന്നുണ്ടാവും. ഇവനെ കാണാനും പാവം പോലെ തന്നെയുണ്ട്. ശരി, നാളെ വന്ന് നോക്കാൻ പറഞ്ഞ എല്ലാവരും പാർക്കിന്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അന്ന് നൈറ്റ് അവിടെയുള്ള ഒരു ദുരാത്മാവാണെങ്കിൽ അതിന് കുറച്ച് ചടങ്ങെല്ലാം ചെയ്യേണ്ടി വരും. അതിനായിട്ട് ഇവരും പ്ലാൻ ചെയ്ത് റെഡിയാവുകയാണ്. അടുത്ത ദിവസം പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടേക്ക് പോകുകയാണ്. പക്ഷെ കൂടെയാണെങ്കിൽ 5 ചത്ത പന്നികളുടെ ബോഡി ഉണ്ടാവും. അതേപോലെ തന്നെ 5 വിശിഷ്ട നാളുകളിൽ ജനിച്ച ആൾക്കാരും ഉണ്ട്. ഇവരായിരിക്കും ആ ബോഡി അവിടെ തൂക്കാൻ പോവുക. ഇവരുടെ മുടിയെല്ലാം എടുത്ത പന്നിന്റെ വായിൽ വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ പന്നിനെ ഒരു മനുഷ്യനെ പോലെ കണക്കാക്കും. അതിനുശേഷം ഹീറോയിന് ഒരു വ്യത്യാസമായ ഡാൻസ് കളിക്കുകയാണ്. അതിന്റെ എൻഡിലാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് വെച്ച പന്നിനെല്ലാം കണ്ടെന്നുണ്ടായി വെട്ടിക്കളയാണ്. കൂടെ തന്നെ ഇറച്ചിനെ കഴിക്കാനും തുടങ്ങുകയാണ്. അതേസമയം ഇവിടെ 5 പേരാണെങ്കിൽ ആ കുഴി തോണ്ടനെ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ഘട്ടത്തിൽ ആ ശവപ്പെട്ടിയും കണ്ടെത്തുകയാണ്. പക്ഷെ അതിന്റെ മേലെയാണെങ്കിൽ ഒരു രാജമുദ്ര പതിച്ചിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പാർക്കിനോട് ചോദിച്ചാൽ അവനാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഒന്നും അറിയില്ല. എങ്ങനെയോ വന്ന പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവരാ പെട്ടിനെ കാറിലേക്ക് കയറ്റിയിട്ട് അവിടെ
പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ബോഡി തൂക്കിയവന്മാരോട് ഇവന്മാരൊരു ചടങ്ങ് കഴിഞ്ഞേ ഉള്ളൂ, ഇനി 10 ദിവസത്തേക്ക് ഒരു ഇറച്ചി തിന്നണ്ട, നന്നായി കുളിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി, അതിന് മുന്നേ കുഴിയെല്ലാം വൃത്തിയാക്കി പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വരും. അങ്ങനെ കുഴിയെല്ലാം മൂടി അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ടൈം മാർക്ക് എന്ന് പറയുന്ന ഒരുത്തിന് ഒരു പാമ്പ് വരുന്നതായി കാണുകയാണ്. അതിന് കണ്ടുടനെ പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇത് വേറെ പറഞ്ഞ് മറുചിന്തിയൊന്നും ഇല്ലാതെ അതിനെ കൊല്ലും. അങ്ങനെ അതിനെ കുത്തുമ്പോൾ അതൊരു മനുഷ്യനെ പോലെ കത്തുന്ന സൗണ്ട് ഹീറോന്റെ കാതിലേക്കും കേൾക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഇല്യൂഷൻ ആയിരിക്കും പറഞ്ഞിട്ട് ഇവരും തിരിച്ചു വരും. പക്ഷെ അത്ര നേരം ക്ലിയർ ആയിരുന്ന വെതർ പെട്ടെന്ന് അങ്ങോട്ട് വെച്ച് ഇരുണ്ട് കൂടനെ തുടങ്ങുകയാണ്. ഇവർ തിരിച്ചു വരുന്ന സമയത്ത് നരികളെ കാണും. പക്ഷെ നരികൾ ഒരു ശ്മശാനത്തിന്റെ അടുത്തും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ദുഷ്ടശക്തി ഉണ്ടാവും. പകുതി ദൂരം എത്തണ മുന്നേ നല്ലപോലെ മഴ പെയ്യാനെ തുടങ്ങുകയാണ്. ഈ അവസ്ഥയിലാണെങ്കിൽ ഈ ബോഡിനെ അധിക ദൂരമായിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്കിളും അയാൾക്ക് അറിയുന്ന ഒരു ഹോസ്പിറ്റലിൽ അടുത്തുണ്ടാവും, അതിലേക്ക് കൊണ്ട് ബോഡി വെക്കാന്ന് പറയാണ്. പാർക്കിനും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ സമ്മതിക്കുകയാണ്. ഇവരും കുറച്ച് പൈസ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെല്ലാം കൊടുത്ത് സെറ്റാക്കും. അങ്ങനെ ആ പെട്ടിയും റൂമിൽ കൊണ്ട് വെക്കും. ചുറ്റും നല്ല മന്ത്രിച്ച് കെട്ടെല്ലാം കെട്ടും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുക അങ്കിളാണെങ്കിൽ കല്ലറിനെ കുറിച്ച് കുറച്ചുകൂടെ അറിയാനായിട്ട് ഒരു മലമുകളിലുള്ള വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയുള്ള ആളിനെ കണ്ടാലും കുറെ വർഷം അവിടെ ജീവിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവനോട് ആ കല്ലറിനെ കുറിച്ചും ആ ഫാമിലിനെ കുറിച്ചെല്ലാം ചോദിക്കുകയാണ്. പക്ഷെ ഇവനും അത്രയ്ക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല. എന്നാൽ അവിടെ കുറച്ച് റൂമേഴ്സ് ഉണ്ടാവും. ആ ഫാമിലിനെ കുറിച്ചും ആ കല്ലറിനെ കുറിച്ചുള്ള റൂമേഴ്സ് എല്ലാം കേൾക്കുമ്പോൾ ഇവനാകെ ഷോക്കായി പോകും. അതേസമയം ഈ സൈഡ് ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്കിളിന്റെ അസിസ്റ്റന്റ് അവിടെയെല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പോകുമായിരിക്കും. ബട്ട് ആ ടൈം ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യണ ഒരുത്തിന് ആ പെട്ടി കാണാൻ കുറച്ച് രാജകീയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വല്ലതും കിട്ടുമോ തുറന്നു നോക്കാൻ പോകുന്നത്. ഇവനും ഒരു ചുറ്റി ഉപയോഗിച്ച് ഓൾമോസ്റ്റ് തുറക്കാനേ പോവാണ്. ആ ടൈം അവിടേക്ക് ഹീറോയിനും വരും. അത് തുറക്കണ്ടെന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ഇവൻ ആ മന്ത്രത്തിന്റെ കെട്ടും പൊട്ടിക്കും ആ ബോക്സ് തുറക്കുകയും ചെയ്യാണ്. അടുത്ത സെക്കൻഡ് തന്നെ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പിരിറ്റ് ഹീറോയിനെ ക്രോസ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഹീറോയിനെ അവിടെ അൺകോൺഷ്യസ് ആവും. ഈ വിവരം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അങ്കിളിനെയും വിളിച്ച് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. ഇവിടെ ഇവളുടെ ലൈഫ് സേഫ് ആയിരിക്കും. പക്ഷെ ബോക്സിന്റെ വെളിയിലേക്ക് വന്ന സ്പിരിറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയത് US-ലാണ്. അവിടെയായിരിക്കും പാർക്കിന്റെ അച്ഛൻ ഉണ്ടാവുക. പാർക്കിന്റെ അച്ഛനാണെങ്കിൽ എണീറ്റ് നടക്കാനൊന്നും പറ്റില്ല, ഒരു വീൽ ചെയറിലായിരിക്കും. ആ റൂമിൽ താൻ ഒറ്റയ്ക്കല്ല വേറെ ആരും ഉണ്ടെന്ന ഫീൽ ഇയാൾക്ക് വരാൻ തുടങ്ങുകയാണ്. അതേസമയം അവിടുത്തെ സ്പിരിറ്റിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ റിഫ്ലക്ഷനിൽ കാണാൻ കഴിയും. അവിടെയുള്ള റിഫ്ലക്ഷനിലാണെങ്കിൽ ആ വന്ന സ്പിരിറ്റ് ഇവിടെയുള്ള കുറച്ച് ഫുഡെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ടാവും. ഇത് നോർമലായ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതേസമയം ഇവന്റെ വൈഫാണെങ്കിൽ, അതായത് പാർക്കിന്റെ അമ്മയാണെങ്കിൽ ഒരു വൈന് കുറച്ച് ഡാൻസ് കളിക്കുകയായിരിക്കും. ഇവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക ഈ സൈഡ് സ്വന്തം മകന്റെ ജീവൻ ആ പ്രേതം കഴിക്കുകയാണ്. ആക്ച്വലി ഈ പാർക്കിന്റെ അച്ഛനായിരിക്കും ഈ പ്രേതം. ഇപ്പൊ മകൻ മരിച്ചതുകൊണ്ട് തന്നെ ഇനി അവന്റെ മകൻ, അതായത് പാർക്കിന് തെരഞ്ഞ് തിരിച്ച് കൊറിയയിലേക്ക് ഈ പ്രേതം വരുന്നുണ്ടാവും. ഇങ്ങനെ പാർക്കിന്റെ അച്ഛൻ മരിച്ച കാര്യം ഹീറോയിനും അറിയാണ്. അതുകൊണ്ട് തന്നെ അടുത്തത് പാർക്കിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്ന മനസ്സിലാക്കിയ ഉടൻ തന്നെ ഹീറോയിന്റെ അസിസ്റ്റന്റ് മേലെ ആ പ്രേതത്തിനെ ആവാഹിക്കാൻ നോക്കും. കുറെ മന്ത്രങ്ങളിലൂടെ ഒരു ഘട്ടത്തിൽ ഇവന്റെ മേലേക്ക് ആ പ്രേതം വരികയും ചെയ്യാണ്. പക്ഷെ ഒരു യൂസും ഉണ്ടാവില്ല. ഈ സൈഡ് ഹോട്ടലിലുള്ള പാർക്കിനെ വിളിച്ച് അങ്കിൾ എല്ലാ കാര്യം പറയുകയാണ്. പക്ഷെ ആ ടൈം നോക്കിയിട്ട് അവൻ ഡോർ ആരെ നോക്ക് ചെയ്യും. ഡോർ ഇപ്പൊ ഓപ്പൺ ചെയ്യണം, ഞാൻ വന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് അങ്കിൾ എത്താണ്. പക്ഷെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടാവും. പാർക്കിന്റെ ബോഡി ഓൾറെഡി ആ പ്രേതം പൊസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവന്റെ മുന്നിൽ തന്നെ പാർക്കിന്റെ കഴുത്ത് 180 ഡിഗ്രി തിരിക്കും. കഴുത്ത് അത്രയ്ക്ക് ഡിഗ്രി എല്ലാം തിരിച്ചാൽ എന്താവും? കഴുത്ത് പൊട്ടിയിട്ട് പാർക്ക് താഴെ തന്നെ മരിച്ചു വീഴും. ഇത് അങ്കിള് കണ്ടുടനെ ഇവന്റെ കുടുംബത്തിൽ ഇനി ബാക്കിയുള്ളത് ആ കുട്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് അവനായിരിക്കും ടാർഗറ്റ് ചെയ്ത് മനസ്സിലാക്കുകയാണ്. വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോണ സമയം തന്നെ ആ ബോർഡിനെ കത്തിക്കാനുള്ള ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇവർ വിചാരിച്ച പോലെ തന്നെ കുട്ടിയുടെ അടുത്തേക്കും ആ പ്രേതം നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ പാർക്കിന്റെ മകനെയും കൊല്ലാൻ പോണ സമയം കറക്റ്റായിട്ട് ഇവരെ ബോക്സിൽ തീയിടുകയാണ്. സോ ഇനി ഇവന്റെ റിമൈനിങ്സ് ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ആത്മാവ് അവിടെ ശാന്തി ഇടനെ കാണാതാവും. സോ പാർക്കിന്റെ കുട്ടിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കേസ് ഇവൻ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ കഥ കഴിഞ്ഞു. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കൊന്നുമില്ല. അത് ജസ്റ്റ് ഫസ്റ്റ് ഹാഫ് മാത്രമായിരിക്കും. അങ്കിളിന് പെട്ടെന്നൊരു കോൾ വരികയാണ്. ഇവന്റെ ടീമിലെ പെട്ടിന് വെളിയിലേക്ക് എടുക്കാൻ സഹായിച്ച മാർക്കിന്റെ ആയിരിക്കും ആ കോൾ ഉണ്ടാവുക. അവന്റെ വീട്ടിൽ പോയി നോക്കുന്ന ടൈം അവനാണെങ്കിൽ അവിടെ പേടിച്ച് വരച്ച് പനി വന്ന് കിടക്കുന്നുണ്ടാവും. എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കും ഇവനും ആ പാമ്പിനെ കൊന്ന കഥ പറയുക. ഞാൻ അറിയാതെ ആ പാമ്പിനെ കൊന്നുപോയി, അത് അപ്പൊ തൊട്ട് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിനോട് മാപ്പ് ചോദിക്കണം. അതിന് തലയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ട്, അതൊന്ന് എടുത്തു തരുവാൻ ഇവനെ റിക്വസ്റ്റ് ചെയ്യും. സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആ തലയെടുക്കാനായിട്ട് അങ്കിളും വീണ്ടും ആ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇവനും അവിടെ പോയി കുഴിച്ചു നോക്കുന്ന ടൈം ആ തല കണ്ടെത്താണ്. പക്ഷെ തലയിലാണെങ്കിൽ മനുഷ്യന്റെ രൂപം ഉണ്ടാവും. അങ്കിൾ ഇതുകൊണ്ട് പേടിക്കുകയാണ്. അതിന് താഴെയാണെങ്കിൽ വേറൊരു ബോക്സ് ഉള്ളതായിട്ട് കണ്ടെത്തും. സോ അതിനെയും തോണ്ടി വെളിയിലേക്ക് എടുക്കാനായിട്ട് ഇവന്റെ ടീമിന് മൊത്തം വിളിച്ചു വരുത്തുകയാണ്. ആക്ച്വലി അത് വേറൊരു ശവപ്പെട്ടിയായിരിക്കും. പക്ഷെ അന്വേഷണമായിട്ട് ഈ ശവപ്പെട്ടി നിർത്തിയിട്ടായിരിക്കും കുഴിച്ചിട്ടുണ്ടാവുക. അതിന് ചുറ്റും കമ്പിയെല്ലാം കെട്ടിയിട്ടുണ്ടാവും. അത് ഓൾസോ ഒരു 8 അടി ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെ ആ പെട്ടി എടുത്തുകൊണ്ട് പോകുന്നതിനുള്ളിൽ തന്നെ ഇരുട്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ മലിനമേലുള്ള ആളിന്റെ അടുത്ത് ഒരു ദിവസം മാത്രം ഈ ശവപ്പെട്ടിയോട് വെക്കാൻ പറ്റുകൊണ്ട് അനുവാദം ചോദിക്കും. അയാളും ശരി ഓക്കെ വെച്ചോളൂ എന്ന് പറയാണ്. ഈ പെട്ടിനെ അവിടെ കൊണ്ട് വെച്ചിട്ടാണെങ്കിൽ ഇവർ ചുറ്റും മന്ത്രവാടിയെല്ലാം ഇടും. അതിനുശേഷം ഡിന്നർ കഴിച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ബാക്കി എല്ലാവരും ഉള്ളിലേക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുക, ഹീറോയിൻ മാത്രം കാറിൽ വന്നിരിക്കുകയാണ്. ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നുമ്പോൾ ഹീറോയിനാണെങ്കിൽ അവളുടെ അമ്മൂമ്മന്റെ സോളിനെ വിളിച്ച് ഇവളുടെ കൂടെ ഇരുത്തും. അങ്ങനെ നൈറ്റ് ടൈം എല്ലാവരും കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പൊ ഹീറോയിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു കെട്ട സ്വപ്നം വരികയാണ്. സോ എന്തോന്നും ശരിയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് വേഗം ഇവനാണ് ശവപ്പെട്ടിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അവിടെ പോയി നോക്കിയാൽ അവിടെയുള്ള കന്നുകാലിയെല്ലാം നല്ലപോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഇവനും അവിടെയുള്ള ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു 8 അടി ഹൈറ്റുള്ള ഒരുത്തിന്റെ അവിടുത്തെ ആടിനെല്ലാം പിടിച്ച് പൊളിച്ച് തിന്നുന്നുണ്ടാവും. ഇത് കണ്ടുടനെ പേടിച്ച് ഇവനും വേഗം ഹീറോയിന്റെ അടുത്തേക്ക് വരും. അവിടെ കണ്ട കാര്യമെല്ലാം വിശദീകരിക്കും. ഇവൻ വിളിച്ചതുകൊണ്ട് തന്നെ അത് എന്താ നോക്കാനായിട്ട് ഹീറോയിനെ ഇറങ്ങിപ്പോകാൻ നോക്കുകയാണ്. പക്ഷെ ഹീറോയിന്റെ അമ്മൂമ്മന്റെ സോൾ ആണെങ്കിലും സമ്മതിക്കില്ല. പക്ഷെ എന്നാൽ
എന്നാലും അവൻ തനിച്ചിവിടാനായിട്ട് ഇവൾക്ക് മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അമ്മൂമ്മ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇറങ്ങി പോവുകയാണ്. അവിടേക്ക് പോയി നോക്കിയാൽ ആ ശവപ്പെട്ടി ഓൾറെഡി പൊട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സാധനം വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് ഒരു ഹെൽമെറ്റ് കിട്ടുകയാണ്, ഒരു പഴയ കാല സോൾജേഴ്സ് എല്ലാം ഇടുന്ന ഹെൽമെറ്റ് പോലത്തെ. ആ ടൈം നോക്കി അവിടേക്ക് ആരോ വരുന്നുണ്ടാവും. മെല്ലെ ഇവളും പോയി നോക്കുമ്പോഴായിരിക്കും ആ 8 അടിക്കുള്ള രൂപത്തിന് ഇവളും കാണുക. അതിന് കണ്ടറിഞ്ഞ് ഷോക്കായിട്ട് ഇവളും പെട്ടെന്ന് അതിന്റെ കാലിനെ പിടിച്ച് നമസ്കരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. വെളിയിലുള്ള രൂപമാണെങ്കിൽ ഉള്ളിലുള്ളത് മനുഷ്യനാണെന്ന് ചോദിക്കുകയാണ്. അതിന് ഹീറോയിൻ ഞാൻ നിങ്ങളുടെ അടിമയാണെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ഡെവിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാനായിട്ട് ആജ്ഞാപിക്കും. അത് തന്നെ ആ വീടിന്റെ ഓണറിന്റെ തല മുന്നിലേക്ക് ഇട്ട് അത് കുക്ക് ചെയ്യാനും പറയാണ്. പക്ഷെ ഇവള് കരനായിട്ട് ഉള്ളിലുള്ളത് മനുഷ്യനാണെന്ന് അത് മനസ്സിലാക്കാണ്. പക്ഷെ വേറെ വഴിയില്ലാതെ ഇവളും ആ ഡോർ തുറന്ന് വെളിയിലേക്ക് ഓടും. ആ ടൈം നോക്കിയിട്ട് ഹീറോന്റെ അസിസ്റ്റന്റ് ഒരു കമ്പ്യൂട്ടർ അതിന് മേലെ കുത്തുകയാണ്. പക്ഷെ അതിന് മേലെയാണ് ഒരു കവചമുണ്ട്. അത് ഹീറോന്റെ അസിസ്റ്റന്റിനെ കൈവച്ചെന്നെ കുത്തി താഴെയിടും. അടുത്തതായിട്ട് ഹീറോയിനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരികയാണ്. പക്ഷെ നേരം വെളുക്കാനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. അടുത്ത സെക്കൻഡ് തന്നെ ദേഹം മുഴുവൻ തീ കത്തിയിട്ട് അത് അവിടെ നിന്ന് പറന്നു പോകും. ഇത് കാണുന്ന ഇവന്റെ കണ്ണിന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇവരിത് നോക്കിക്കൊണ്ടിരിക്കുക താഴെ വീണ ഹീറോന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ മരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ഡെവിലിന്റെ ട്രേസസ് ഉണ്ടാവും. ഇവനാണെങ്കിൽ ആ ഡെവിലിന്റെ പാർട്ടായി മാറിയിട്ടുണ്ടാവും. ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടുകയാണ്. അതേസമയം പാർക്ക് ഫാമിലിയോട് ഇങ്ങനെയുള്ള ശവപ്പെട്ടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഈ ശവപ്പെട്ടി ഉള്ളതായിട്ട് തന്നെ അറിയില്ല. അപ്പോൾ ആ ഡെവിൽ ആരാണ്, ആ പ്രോപ്പർട്ടിയിൽ എങ്ങനെ ഈ ശവപ്പെട്ടി വന്നില്ല അറിയണമെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. ജപ്പാൻ കൊറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജാപ്പനീസ് ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു കമാൻഡർ ആയിരിക്കും പാർക്കിന്റെ ഫാമിലിയിലുള്ള അപ്പൂപ്പൻ. പെട്ടെന്ന് കൊറിയ ഇൻഡിപെൻഡന്റ് ആവുകയാണ്. പക്ഷെ ഇത് ഇഷ്ടപ്പെടാത്ത ജാപ്പനീസ് ആണെങ്കിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സാമുറായിനെ കൊന്ന് അവന്റെ ദേഹം ഒരു ക്രൂസായിട്ട് മാറ്റിയാണ്. ആൻഡ് അവനെ കൊല്ലാൻ ആയുധം അവന്റെ ഉള്ളിൽ തന്നെ വെച്ചായിരിക്കും കുഴിച്ചിട്ടുണ്ടാവുക. ഈ കാര്യങ്ങളെല്ലാം അങ്കിള് മനസ്സിലാക്കാണ് ഹീറോയിന്റെ അടുത്തും പറയാണ്. അപ്പൊ അങ്കിൾ അന്ന് പാർക്ക് ഫാമിലിയെ കുറിച്ച് കേട്ട റൂമേഴ്സ് എല്ലാം സത്യം തന്നെയായിരിക്കും. സത്യത്തിലെ മരിച്ചുപോയ ആളെ ആ ഡെവിലിനെ അവിടെ കുഴിച്ചിടുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാവും. ഇനിയും ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവന്റെ ടീമായിരിക്കും അവിടെ കുഴിതുകൊണ്ടിട്ടുണ്ടാവുക. ഹോസ്പിറ്റലിലുള്ള ഹീറോയിന്റെ അസിസ്റ്റന്റിനെയും ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ആ ഡെവിൽ ഇവനായിട്ട് കണക്ട് ചെയ്ത കാര്യം മനസ്സിലാക്കുക. സോ ആ ഡെവിലിനെ ഇല്ലാതാക്കിയാൽ ഇവനെ ജീവനോട് രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ ഡെവിലിനെ തപ്പിയിട്ട് ഇറങ്ങുകയാണ്. അങ്കിളാണെങ്കിൽ ആ വയസ്സയാൾ ഫസ്റ്റ് അതിനെ കുഴിച്ചിടാൻ വേണ്ടി ഉപയോഗിച്ച സെയിം കൈക്കോട്ടെല്ലാം എടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നല്ലപോലെ കുഴിച്ച് നോക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് പറന്ന് വന്ന ഡെവിൽ ഈ മണ്ണിന്റെ അടിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. രാത്രി സമയം മാത്രമേ അത് വെളിയിലേക്ക് വരുള്ളൂ. പക്ഷെ രാത്രി ആകാനാണെങ്കിൽ ഇനി വെറും കുറച്ച് സമയം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്നെ ഹീറോന്റെ അസിസ്റ്റന്റ് മേലെയാണെങ്കിൽ കുറച്ച് മന്ത്രവാക്യങ്ങളെല്ലാം എഴുതുകയാണ്. അങ്ങനെ ഇവനെ സേഫ് ആക്കിയ ശേഷം ഇവരും ഇവന്റെ മുഖത്ത് ആ മന്ത്രങ്ങളെല്ലാം എഴുതി വെക്കുകയാണ്. അങ്ങനെ ഡയറക്റ്റ് ആ സ്ഥലത്തേക്ക് പോകുകയാണ്. പോണ സമയം തന്നെ ഇവന്റെ കയ്യിൽ കുറെ മീൻ ഉണ്ടാവും. ഇത് ഉപയോഗിച്ച് അതിനെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ഇതിനെ കൊല്ലാനുള്ള വല്ല ആയുധം ആ കുഴിനുള്ളിൽ കിട്ടുമോ കൊണ്ട് തരാനായിരിക്കും ഇവന്റെ പ്ലാൻ ഉണ്ടാവുക. പക്ഷെ അതിനെ കൊല്ലാനായിട്ടുള്ള ആയുധം അതിനുള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന കാര്യം ഇവർക്ക് അറിയില്ല. അങ്ങനെ നൈറ്റ് ടൈം ആകുമ്പോൾ ആ ഡെവിലും വെളിയിലേക്ക് വരും. ഇവർ വിചാരിച്ച പോലെ തന്നെ അതിന് ഡിസ്ട്രാക്ട് ആവുകയാണ്. അങ്ങനെ ഡിസ്ട്രാക്ട് ആയ ഡെവിലിന്റെ അടുത്താണെങ്കിൽ ഹീറോയിൻ സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു മരത്തിനെ പോലെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതിന് ചുറ്റും പുകയെല്ലാം വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഡെവിലും വിശ്വസിക്കുകയാണ്. പക്ഷെ അവള് ഫസ്റ്റ് ചെയ്ത സെയിം തെറ്റ് റിപ്പീറ്റ് ചെയ്യും. അത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളും കരയാനേ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനാണെന്ന കാര്യം ഇതും കണ്ടുപിടിക്കും. ഇവളിനെ കൊല്ലാനായിട്ട് വരുന്ന സമയം ഹീറോയിന്റെ അമ്മൂമ്മയുടെ സോൾ വന്ന് രക്ഷിക്കുകയാണ്. ഈ ഡെവിൽ പറയുന്നതല്ല ഹീറോയിന്റെ അസിസ്റ്റന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് റിപ്പീറ്റ് ചെയ്യണം. അവനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അവിടെ രണ്ടുപേരുണ്ടാവും. അങ്ങനെ ഈ ഡെവിലും കത്തി ജ്വലിച്ചുകൊണ്ട് തിരിച്ചാ കുഴിയിലേക്ക് വരികയാണ്. ആ കുഴിയിലാണെങ്കിൽ അങ്കിള് മാത്രമായിരിക്കും ഉണ്ടാവും. അവന്റെ ഫ്രണ്ട് വെളിയിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്കിള് വെളിയിലേക്ക് വരുന്ന മുന്നേ തന്നെ കുഴിയിലേക്ക് അത് പോയി പതിക്കുകയാണ്. അങ്കിളിനെയും അത് കൊല്ലനെ പോണ സമയം അവിടേക്ക് വരുന്ന ഹീറോയിനും അവന്റെ ഫ്രണ്ടും ആണെങ്കിൽ കുറച്ച് ആട്ടിൻ ചോര അതിന് മേലേക്ക് ഒഴിക്കുകയാണ്. ആ ചോര തട്ടിയ ഉടനെ ഇതിന്റെ ദേഹം പൊള്ളനെ തുടങ്ങുകയാണ്. ആ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് മേലെ നടക്കുന്നുണ്ടാവും. ഇങ്ങനെ അതിന് ദേഹം പൊള്ളാനുള്ള കാരണം അതിന് ദേഹം ഉണ്ടാക്കിയത് തീ കൊണ്ടായിരിക്കും. തീയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അത് എങ്ങനെ കെട്ടുപോകും, അതേപോലെ ഇതിന്റെ ബോഡിയും റിയാക്ട് ചെയ്യാണ്. ഈ കാര്യം ചാകാൻ കിടക്കുന്ന അങ്കിളും നോട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഒരു കാര്യം പെട്ടെന്ന് സ്ട്രൈക്ക് ആവുക. തീക്ക് എങ്ങനെ വെള്ളം ഓപ്പോസിറ്റ് അതേപോലെ ഇരുമ്പിന് മരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതിന്റെ കവചമാണെങ്കിൽ ഇരുമ്പുകൊണ്ടായിരിക്കും. അപ്പൊ അതിന് മരം വെച്ച് അറ്റാക്ക് ചെയ്താണ് ഇല്ലാതാക്കാൻ പറ്റുന്ന മനസ്സിലാക്കുകയാണ്. ഇവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന്റെ കൈപ്പിടിയിലാണെങ്കിൽ കുറെ അധികം മന്ത്രവാക്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആ മരക്കട്ട വെച്ച് ഇതിനെ അറ്റാക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിൽ അതിന് ഡാമേജ് ആവുന്നുണ്ടാവും. ഇരുമ്പ് വെച്ച് പോലും തകർക്കാൻ പറ്റാത്ത അവന്റെ കവചമാണെങ്കിൽ ആ മന്ത്രക്കോല് കൊണ്ട് തകർക്കാൻ പറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ആ മരം ഉപയോഗിച്ച് അവൻ ഇല്ലാതാക്കും. അതേസമയം തന്നെ ഹോസ്പിറ്റലിലുള്ള ഹീറോന്റെ അസിസ്റ്റന്റിന്റെ മേലെ നിന്നും ആ ഡെവിലിന്റെ പ്രോസസ് വെളിയിലേക്ക് വരും. സോ രണ്ടാമത്തെ വന്ന ഡെവിലിനെയും കൊല്ലുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും നോർമൽ ലൈഫിലേക്ക് പോകും. പാർക്കിന്റെ ഫാമിലിയിലുള്ള ഒരു വെഡിങ്ങിനായിട്ട് ഇവരെല്ലാവരും ഒത്തുചേരുകയാണ്. ഇവരെല്ലാവരും ഒരു ഫാമിലിയാണെന്ന് അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ഈ ഫിലിം അവസാനിക്കും. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഒന്നും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു എൻഡിങ് എക്സ്പ്ലനേഷൻ തരാം. ആക്ച്വലി പാർക്കിന്റെ ഫാമിലി ഉണ്ടായിരുന്ന അപ്പൂപ്പൻ അയാളാണെങ്കിൽ ജാപ്പനീസ് കൊറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാപ്പനീസ് ആർമിയിൽ ഒരു കമാൻഡർ ആയിരിക്കും. കൊറിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകാൻ നിൽക്കുന്ന ടൈം അവിടെ ബാക്കിയുണ്ടായിരുന്ന ജാപ്പനീസ് സോൾജേഴ്സ് ആണെങ്കിൽ കുറച്ച് മന്ത്രവാദികളെല്ലാം വെച്ച് കൊറിയ നന്നാവരുതെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടാക്കുകയാണ്. ആ ടൈം പവർഫുൾ ആയിരുന്ന ഒരു സാമുറായിനെ കൊന്ന് അവന്റെ ബോഡി ഇതിനായിട്ട് യൂസ് ചെയ്യും. ഇവന് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് തിരിച്ച് ജീവൻ കൊടുക്കുകയാണ്. ഇവനെ കൊല്ലാനുള്ള ആയുധമാണെങ്കിൽ ഇവന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ശവപ്പെട്ടി ആ മണ്ണിൽ കുഴിച്ചിടുകയാണ്. ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ പാർക്കിന്റെ ഫാമിലിയുടെ കയ്യിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ അപ്പൂപ്പൻ മരിച്ചതും അയാളുടെ ബോഡി ഈ ശവപ്പെട്ടിയുടെ മേലെ കുഴിച്ചിടുകയാണ്. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ പോകുന്ന സമയമായിരിക്കും ഇവര് അപ്പൂപ്പനെ ശവപ്പെട്ടി കുഴിച്ചെടുക്കാൻ നോക്കുന്ന സമയം മാർക്ക് ആ പാമ്പിനെ കൊല്ലണത്. ആ പാമ്പാണെങ്കിൽ വെള്ളത്തിന്റെ പ്രതിനിധിയായിരിക്കും. സത്യത്തിൽ വെള്ളം തന്നെയായിരിക്കും. പഞ്ചഭൂതങ്ങളിൽ വെള്ളമൊപ്പം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പാമ്പ് മരിച്ചത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. ഇത് കാരണമായിരിക്കും ആ ഡെവിൽ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. ബാക്കി നടന്നതെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ്. വീഡിയോ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കണ്ടു നോക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ
കൊടുക്കുക. അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.